നമസ്കാരം. സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖർ തന്റെ മുഖ്യമന്ത്രിക്കുള്ള ആദ്യ സല്യൂട്ട് കണ്ണൂരിൽ നൽകുമ്പോഴും കൂത്തുപറമ്പ് വിവാദം തുടരുന്നു. CPM-ലെ ഒരു വിഭാഗം പുകച്ചലിലാണ്. നിലമ്പൂരിൽ തോറ്റ സാഹചര്യത്തിൽ കൂടുതൽ കരുതൽ ഈ വിഷയത്തിൽ വേണ്ടിയിരുന്നുവെന്നാണ് വിലയിരുത്തൽ. ക്ലീൻ ഇമേജുള്ള യോഗേഷ് ഗുപ്തയെ തഴഞ്ഞത് എന്തിനാണെന്ന ചോദ്യം CPM-ൽ പുകയുന്നുണ്ട്. അതിനിടെ റവാഡ ചന്ദ്രശേഖറെ പോലീസ് മേധാവിയാക്കിയ തീരുമാനം മന്ത്രിസഭായോഗം ചേരുമ്പോൾ പുറത്തുവന്നുവെന്ന വാദവും സജീവമാണ്. വാർത്താ ചാനലുകളിൽ മന്ത്രിസഭായോഗം തീരും മുമ്പേ എങ്ങനെ ബ്രേക്കിംഗ് വന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്നാൽ ഇത് വെറും ഊഹാപോഹമാണെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ തിയറി. പക്ഷേ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ നെഞ്ചിലേറ്റുന്നവർക്ക് പരിഭവം അതിശക്തമാണ്. അവർക്ക് പല സംശയമുണ്ട്. ഇതെല്ലാം CPM-നുള്ളിൽ ചർച്ചയാക്കുന്നതും അവർ ആലോചിക്കുന്നുണ്ട്. കണ്ണൂരിലെ സല്യൂട്ട് എങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നാണ് അവരുടെ പക്ഷം. എന്നാൽ ഇത് സംബന്ധിച്ച പല കഥകൾ CPM-നുള്ളിൽ പ്രചരിക്കുന്നുണ്ട്. ചുമതലയേൽക്കുന്ന ദിവസം കണ്ണൂരിൽ റവാഡയുടെ ആദ്യ പരിപാടി വരും വിധം കളികൾ നടന്നുവെന്നാണ് വിലയിരുത്തൽ. ജൂലൈ 1-ന് പോലീസ് മേധാവി പുതിയതായി എത്തുമെന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാം. അന്ന് കണ്ണൂരിൽ പോലീസ് അവലോകനം വച്ചത് തന്ത്രമായിരുന്നു. കൂത്തുപറമ്പ് വിവാദം ചർച്ചയാകുമെന്ന് തിരിച്ചറിഞ്ഞുള്ള നീക്കം. അതായത് റവാഡയാണ് പോലീസ് മേധാവിയെന്ന് ചില കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. ഇതിനൊപ്പമാണ് മന്ത്രിസഭായോഗം നടക്കുമ്പോഴുള്ള വാർത്ത ചോരൽ. മന്ത്രിസഭ നടക്കുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊബൈലിലേക്ക് മിഷൻ സക്സസ് എന്നൊരു സന്ദേശം വന്നെന്ന് കഥയുണ്ട്. വിവാദ വ്യവസായിയാണ് അത് അയച്ചതെന്ന് പറയുന്നു. മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്നും വിവരം ചോർന്നു കിട്ടിയാണ് ഈ സന്ദേശം അയച്ചതെന്ന സൂചനകളുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വ്യവസായി അടക്കം 5 പേർ പോലീസ് നിയമനത്തിൽ ഇടപെട്ടു എന്നതാണ് CPM-ലെ മറ്റൊരു തിയറി. എന്തായാലും കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സ്നേഹിക്കുന്നവർക്ക് കണ്ണൂരിൽ മുഖ്യമന്ത്രിയെ ആദ്യമായി സല്യൂട്ട് അടിച്ച റവാഡയുടെ നടപടി പിടിച്ചിട്ടില്ല. രക്തസാക്ഷികളെയും അവരെ സ്നേഹിക്കുന്ന സഖാക്കളെയും വെല്ലുവിളിക്കുന്നതാണ് ഈ നടപടിയെന്നാണ് അവരുടെ വാദം. ഈ വേദന P. ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തുമെന്ന് സൂചനയുണ്ട്. ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗമാണ് റവാഡയെ പോലീസ് മേധാവിയാക്കിയത്. ഇതേ ഓൺലൈൻ യോഗത്തിൽ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരല്ലാത്ത ചിലരും പങ്കെടുത്തതായി CPM കേന്ദ്രങ്ങളിൽ കഥ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയാകും മന്ത്രിസഭായോഗം തീരും മുമ്പ് തീരുമാനം പുറത്തെത്തിയതെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കണ്ണൂരിൽ നടന്ന 4 ജില്ലകളുടെ ഔദ്യോഗിക അവലോകന യോഗത്തോടനുബന്ധിച്ച് ചേർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് പുതിയ പോലീസ് മേധാവി മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി സല്യൂട്ട് ചെയ്തത്. കഴിഞ്ഞ മാസം നയനാർ അക്കാദമിയിൽ നടത്താനിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ് മാറ്റിവെച്ച ശേഷം ഇന്നലെ ഉച്ചകഴിഞ്ഞ് ചേർന്നത്. കനത്ത മഴ കാരണമാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന യോഗം മാറ്റിവെച്ചത്. ഉച്ചകഴിഞ്ഞ് 3-ഓടെയാണ് റവാഡ ചന്ദ്രശേഖർ അവലോകന വേദിയിലെത്തിയത്. ജൂൺ 30-ന് ഷെയ്ഖ് ദർവേർ സാഹിബ് വിരമിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പുതിയ പോലീസ് മേധാവിയുടെ കസേരയിലെ ആദ്യ ദിനം തന്നെ കണ്ണൂരിലേക്ക് എത്താനുള്ള തന്ത്രമൊരുക്കൽ ഈ യോഗത്തിനുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നിയമനത്തിനനുസൃതമായാണ് DGP-യെ നിയമിച്ചതെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രതികരിച്ചിട്ടുണ്ട്. റവാഡ ചന്ദ്രശേഖറിനെതിരെ കൂത്തുപറമ്പ് വെടിവെപ്പ് സംഭവത്തിൽ ആക്ഷേപമുണ്ടായിരുന്നെങ്കിലും പുതിയതായി ചുമതലയേറ്റ ആ ഉദ്യോഗസ്ഥൻ ഗൂഢാലോചന നടത്തിയതായി കണ്ടെത്തിയിരുന്നില്ലെന്ന് KK രാഗേഷ് വിശദീകരിച്ചു. ഇതും അണികൾക്ക് പിടിച്ചിട്ടില്ല. 1994-ൽ തലശ്ശേരി ASP ആയിട്ടാണ് റവാഡയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ചുമതലയേറ്റ് 48 മണിക്കൂറിനുള്ളിൽ 5 DYFI-ക്കാർ കൊല്ലപ്പെട്ട കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട് റവാഡ ചന്ദ്രശേഖർ ആരോപണ നിഴലിലായിരുന്നു. അന്ന് DYFI നേതാക്കൾക്കെതിരെ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട് ചില CPM നേതാക്കൾക്ക് റവാഡ ചന്ദ്രശേഖറിനുണ്ടായിരുന്ന നീരസത്തിന് ഇപ്പോഴും അയവില്ല എന്നതാണ് വസ്തുത. വെടിവെപ്പ് കേസിൽ പ്രതിയായിരുന്ന റവാഡയെ 2012-ലാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന റവാഡയ്ക്ക് CPM-ന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് കേന്ദ്ര സർവീസിലേക്ക് തിരികെ പോകേണ്ടി വന്നു. റവാഡയുടെ ചോരയ്ക്കായി CPM-കാർ വിളിച്ച മുദ്രാവാക്യം കണ്ണൂരിലെ പഴയ തലമുറ ഇപ്പോഴും മറന്നിട്ടില്ല. അതേ റവാഡയെ സംസ്ഥാന പോലീസ് മേധാവിയായി ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ചത് കണ്ണൂരിലായിരുന്നു.